ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2024 ഏറ്റവും മികച്ച 6 ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റുകളാണ്. ഏറ്റവും മികച്ച 6 പ്രോഡക്റ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ റിസർച്ചിൽ തോന്നിയവ മാത്രമാണ്. മറ്റൊരാൾക്ക് അത് അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും പുതിയ പ്രോഡക്റ്റ്, ഒരു കമ്പനിയിൽ നിന്നും ഒരു പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ഇൻക്വേർഡ് ക്ലെയിം റേഷ്യോ നല്ല രീതിയിലുള്ള കമ്പനികൾ, ഇതെല്ലാമാണ് ഞാൻ പരിഗണിച്ചിരിക്കുന്നത്. നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഈ 6 പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതാവും ഉചിതം. ഇതിനായി ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. 2024 തിരഞ്ഞെടുക്കാവുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ ഇവയാണ്: HDFC ഇർഗോ, ഒപ്റ്റിമ സെക്യൂർ, നിവ ബൂപ്പ, ആസ്പയർ, ICICI മാക്സ് പ്രൊട്ടക്റ്റ്, സ്റ്റാർ ഹെൽത്ത് അഷ്വർ, കെയർ സുപ്രീം, ആദിത്യ ബിർള, ആക്റ്റീവ് വൺ. ഞാൻ ഈ പ്രോഡക്റ്റുകളെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയി പറയുന്നതാണ്, എന്നാൽ വളരെ ഡീറ്റെയിൽ ആക്കുന്നില്ല. കാരണം ഓരോ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള റിവ്യൂ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിജോ വർഗീസ്. ഞാനൊരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറാണ്. കഴിഞ്ഞ 18 വർഷമായി ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുമായി അസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് 2022-23 IRDAയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള കമ്പനികളുടെ ICR അഥവാ ഇൻക്വേർഡ് ക്ലെയിം റേഷ്യോ ഒന്ന് നോക്കാം. HDFC ഇർഗോയുടെ ICR 79.94 ആണ്. നിവ ബൂപ്പയുടെ 54.05, ICICIയുടെ 72.36, സ്റ്റാർ ഹെൽത്തിൻ്റെ 65, കെയറിൻ്റെ 53.82, ആദിത്യ ബിർളയുടെ 64.68. എല്ലാ കമ്പനികളും മികച്ച ICR പുലർത്തുന്നവയായതുകൊണ്ട് ഒരു കസ്റ്റമർ എന്ന നിലയിൽ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ICR മാത്രമല്ല ഒരു പോളിസി എടുക്കണോ എന്ന് തീരുമാനിക്കുന്ന ഘടകം. ഇനി നമുക്ക് ഓരോ പ്രോഡക്റ്റുകളുടെയും USP അഥവാ യുണീക് സെല്ലിംഗ് പോയിന്റുകളൊന്ന് നോക്കാം. HDFC ഇർഗോയിൽ 2x, 3x കവറേജ് ഡേ 1 മുതൽ ലഭിക്കുന്നതാണ്. അതുപോലെ മൾട്ടിപ്പിൾ റൈഡർ അവൈലബിൾ ആണ്. ഇതിനു പുറമെ 4x, 5x കവറേജും ലഭിക്കുന്നതാണ്. നിവ ബൂപ്പ ആസ്പെയർ പ്ലാനിൻ്റെ USP ലോക്ക് ദി ക്ലോക്ക് ഫീച്ചറാണ്. ഇതിനു പുറമെ മെറ്റേണിറ്റി കവറേജ്, വേൾഡ് വൈഡ് കവറേജ്, സ്മാർട്ട് ഹെൽത്ത് റൈഡർ, ബൂസ്റ്റർ പ്ലസ് എന്നിവയും ലഭ്യമാണ്. ICICI മാക്സ് പ്രൊട്ടക്റ്റിൽ ഹൈ സം ഇൻഷുർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഗ്ലോബൽ കവറേജും ലഭിക്കുന്നതാണ്. സ്റ്റാർ ഹെൽത്ത് അഷ്വർ പ്ലാനിൽ 75 വയസ്സ് വരെയുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മെറ്റേണിറ്റി കവറേജും ഈ പോളിസി നൽകുന്നുണ്ട്. കെയർ സുപ്രീം പ്ലാനിൽ മാക്സിമം എൻട്രി ഏജ് ഉണ്ടായിരിക്കുന്നതല്ല. ഏത് പ്രായത്തിലുള്ളവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിനു പുറമെ ഇൻസ്റ്റന്റ് കവർ, സൂപ്പർ NCB എന്നിവയും ലഭിക്കുന്നതാണ്. ആദിത്യ ബിർള ആക്റ്റീവ് വൺ പ്ലാനിൽ ക്രോണിക് ഡിസീസിന് ഡേ 1 മുതൽ കവറേജ് ലഭിക്കുന്നതാണ്. അതുപോലെ മാക്സിമം എൻട്രി ഏജ് ഉണ്ടായിരിക്കുന്നതല്ല. ഇതോടൊപ്പം 500% വരെ സൂപ്പർ ക്രെഡിറ്റും ലഭിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ മെയിൻ ഫീച്ചറുകളെ കുറിച്ചെല്ലാം ഡീറ്റെയിൽഡായി അതാത് പ്രോഡക്റ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ വിശദീകരണം നൽകാത്തത്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ആ പ്രോഡക്റ്റുകളുടെ വീഡിയോ കാണാവുന്നതാണ്. ഇനി നമുക്ക് റൂം റെൻ്റ് എലിജിബിലിറ്റി നോക്കാം. HDFC ഇർഗോ, ഒപ്റ്റിമ സെക്യൂർ, നിവ ബൂപ്പ ആസ്പെയർ എന്നീ പ്ലാനുകളിൽ റൂം റെന്റ് ക്യാപ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ICICI മാക്സ് പ്രൊട്ടക്റ്റിൽ സ്യൂട്ട് റൂം ഒഴികെ ഏത് റൂമും ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റാർ ഹെൽത്ത് അഷ്വർ പ്ലാനിൽ 5 ലക്ഷം രൂപയുടെ പോളിസിക്ക് സം ഇൻഷുർഡിന്റെ 1%, 10, 15, 20, 25 എന്നിവയിൽ സ്യൂട്ട് റൂം ഒഴികെ ഏത് റൂമും, 50 ലക്ഷം, 75 ലക്ഷം, 1 കോടി, 2 കോടി എന്നിവയിൽ റൂം ക്യാപ്പിംഗ് ഉണ്ടായിരിക്കുന്നതുമല്ല. കെയർ സുപ്രീമിൽ റൂം റെന്റ് ക്യാപ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. എനി റൂം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ബിർള ആക്റ്റീവ് വണ്ണിലും റൂം റെന്റ് ക്യാപ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്ക് എൻട്രി ഏജ് നോക്കാം. ഒപ്റ്റിമ സെക്യൂറിൽ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 91 ദിവസം മുതൽ 25 വയസ്സ് വരെയുള്ളവരെ കുട്ടികളായി പരിഗണിക്കുന്നതാണ്. നിവ ബൂപ്പ ആസ്പെയർ പ്ലാനിൽ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 91 ദിവസം മുതൽ 30 വയസ്സ് വരെയുള്ളവരെ കുട്ടികളായി പരിഗണിക്കുന്നതാണ്. മാക്സ് പ്രൊട്ടക്ട് പ്ലാനിൽ 6 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 91 ദിവസം മുതൽ 25 വയസ്സ് വരെയുള്ളവരെ കുട്ടികളായി പരിഗണിക്കുന്നതാണ്. അഷ്വർ പ്ലാനിൽ 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 91 ദിവസം മുതൽ 17 വയസ്സ് വരെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത്. കെയർ സുപ്രീമിൽ 18 വയസ്സ് മുതലുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മാക്സിമം എൻട്രി ഏജ് ഉണ്ടായിരിക്കുന്നതല്ല. 91 ദിവസം മുതൽ 24 വയസ്സ് വരെയുള്ളവരെ കുട്ടികളായി പരിഗണിക്കുന്നതാണ്. ആദിത്യ ബിർള ആക്റ്റീവ് വൺ പ്ലാനിൽ 18 വയസ്സ് മുതലുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മാക്സിമം എൻട്രി ഏജ് ഉണ്ടായിരിക്കുന്നതല്ല. 91 ദിവസം മുതൽ 25 വയസ്സ് വരെയുള്ളവരെ കുട്ടികളായി പരിഗണിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പോളിസികളുടെ സം ഇൻഷുർഡ് ഒന്ന് നോക്കാം. ഒപ്റ്റിമ സെക്യൂറിൽ 5 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ എടുക്കാവുന്നതാണ്. ആസ്പെയർ പ്ലാനിൽ 3 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ എടുക്കാവുന്നതാണ്. മാക്സ് പ്രൊട്ടക്ട് പ്ലാനിൽ 50 ലക്ഷം മുതൽ 10 കോടി രൂപ വരെ എടുക്കാവുന്നതാണ്.
അഷ്വർ പ്ലാനിൽ 5 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ എടുക്കാവുന്നതാണ്. സുപ്രീം പ്ലാനിൽ 5 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ എടുക്കാവുന്നതാണ്. ആദിത്യ ബിർള ആക്റ്റീവ് 1 പ്ലാനിൽ 5 ലക്ഷം രൂപ മുതൽ 6 കോടി രൂപ വരെ എടുക്കാവുന്നതാണ്. എല്ലാ പോളിസികളിലും പ്രീമിയം 1 വർഷം, 2 വർഷം, 3 വർഷം എന്നീ കാലാവധിയിലേക്ക് അടയ്ക്കാവുന്നതാണ്. 2 വർഷത്തെയും 3 വർഷത്തെയും പ്രീമിയം നിങ്ങൾ ഒരുമിച്ചടച്ചാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് എല്ലാ പോളിസികളിലും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ബോണസിനെ കുറിച്ച് സംസാരിക്കാം. ഒപ്റ്റിമ സെക്യൂറിൽ സെക്യൂർ ബെനിഫിറ്റ് ലഭ്യമാണ്. ഡേ 1 മുതൽ നിങ്ങൾക്ക് 2x കവറേജ് ലഭിക്കുന്നതാണ്. സൂപ്പർ സെക്യൂർ ബെനിഫിറ്റ് ആണെങ്കിൽ 3x കവറേജ് ഡേ 1 മുതൽ ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ പ്ലസ് ബെനിഫിറ്റും ഉണ്ട്. ഇതിന് പ്രകാരം നെക്സ്റ്റ് ഇയർ 50% സം ഇൻഷേർഡ് ഉയരുന്നതാണ്. അടുത്ത വർഷം 50% വീണ്ടും കൂടുന്നതാണ്. അതായത് 10 ലക്ഷം രൂപയുടെ പോളിസി 2 വർഷം കൊണ്ട് 20 ലക്ഷം രൂപയായി മാറുന്നു. ഇതിന് ക്ലെയിമുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് ആസ്പെയർ പ്ലാൻ ആണ്. ബൂസ്റ്റർ പ്ലസ് ബെനിഫിറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് നിങ്ങളുടെ സം ഇൻഷേർഡ് 10 ഇരട്ടി വരെ ഉയരുന്നതാണ്. മാക്സ് പ്രൊട്ടക്ട് പ്ലാനിൽ 20% ഗ്യാരണ്ടീഡ് ക്യുമുലേറ്റീവ് ബോണസ് ആണ് ലഭിക്കുന്നത്. പരമാവധി 100% ഇത്തരത്തിൽ ലഭിക്കുന്നതാണ്. സ്റ്റാർ അഷ്വറിൽ 25% എവരി ക്ലെയിം ഫ്രീ ഇയർ ലഭിക്കുന്നതാണ്. പരമാവധി 100% ഇത്തരത്തിൽ ലഭിക്കുന്നതാണ്. കെയർ സുപ്രീമിൽ 50% എവരി ക്ലെയിം ഫ്രീ ഇയർ ലഭിക്കുന്നതാണ്. പരമാവധി 100% ഇത്തരത്തിൽ ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ സൂപ്പർ നോ ക്ലെയിം ബോണസും ഉണ്ട്. 5x കവറേജ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദിത്യ ബിർള ആക്റ്റീവ് 1 പ്ലാനിൽ 100% നിങ്ങൾക്ക് ബോണസ് ലഭിക്കുന്നതാണ്. പരമാവധി 500% ഇത്തരത്തിൽ ലഭിക്കുന്നതാണ്. എല്ലാ പോളിസികളിലും ഡേ കെയർ ഹോസ്പിറ്റലൈസേഷൻ, ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ, ആയുഷ് ഹോസ്പിറ്റലൈസേഷൻ എന്നിവ കവർ ചെയ്യുന്നതാണ്. അപ് ടു സം ഇൻഷേർഡ് ആണ് ലഭിക്കുന്നത്. അടുത്തതാണ് റീഫിൽ ബെനിഫിറ്റ്. റീഫിൽ ബെനിഫിറ്റ് എന്നാൽ നിങ്ങളുടെ സം ഇൻഷേർഡ് ഒരിക്കൽ തീർന്നു പോയാൽ വീണ്ടും അത് ഫിൽ ചെയ്ത് കമ്പനി നൽകുന്നു. ഈ 6 പ്ലാനുകളിലും റീഫിൽ ബെനിഫിറ്റ് ലഭ്യമാണ്. ഏതൊക്കെ തരത്തിലാണ് റീഫിൽ ബെനിഫിറ്റ് ലഭിക്കുന്നതെന്ന് നോക്കാം. HDFC ഇർഗോയിൽ വർഷത്തിൽ 1 തവണയാണ് സം ഇൻഷേർഡ് റീസ്റ്റോർ ചെയ്ത് ലഭിക്കുന്നത്. എന്നാൽ റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് ടൈം റീസ്റ്റോർ ചെയ്ത് ലഭിക്കുന്നതാണ്. നിവ ബൂപ്പയിൽ റീഅഷ്വർ പ്ലസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ക്ലെയിമിന് ശേഷം ഇത് ട്രിഗർ ചെയ്യുന്നതാണ്. ഇത് സ്ഥിരമായി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ICICIയിൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ടൈംസ് റീസ്റ്റോറേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്റ്റാർ അഷ്വറിലും അൺലിമിറ്റഡ് ടൈംസ് റീസ്റ്റോറേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കെയർ സുപ്രീമിലും അൺലിമിറ്റഡ് ടൈംസ് സെയിം ഇൽനസ്, അൺറിലേറ്റഡ് ഇൽനസിനും ക്ലെയിം ലഭിക്കുന്നതാണ്. ആദിത്യ ബിർളയിലും അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഏത് രോഗത്തിനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതാണ് എമർജൻസി റോഡ് ആംബുലൻസ്. എല്ലാ പോളിസികളിലും എമർജൻസി റോഡ് ആംബുലൻസ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതാണ് എമർജൻസി എയർ ആംബുലൻസ്. HDFC ഒപ്റ്റിമ സെക്യൂറിൽ അപ് ടു 5 lakh ആണ് ലഭിക്കുന്നത്. നിവ ബൂപ്പ ആസ്പെയർ പ്ലാനിൽ ആക്ച്വൽ എമൗണ്ട് ലഭിക്കുന്നതാണ്. ICICIയിൽ 2 വേരിയന്റ് ആണുള്ളത്, ക്ലാസിക്കും പ്രീമിയവും. ക്ലാസിക്കിൽ എയർ ആംബുലൻസ് കവർ ചെയ്യുന്നതല്ല. പ്രീമിയത്തിൽ ഇൻബിൽറ്റ് ആണ് എയർ ആംബുലൻസ്. സ്റ്റാർ അഷ്വർ പ്ലാനിൽ സം ഇൻഷുർഡിന്റെ 10% എയർ ആംബുലൻസ് ചാർജായി ലഭിക്കുന്നതാണ്. കെയർ സുപ്രീമിൽ അപ് ടു 5 lakh ആണ് 1 വർഷം ലഭിക്കുന്നത്. ഇത് ഓപ്ഷണൽ റൈഡർ ആണ്. ആദിത്യ ബിർള ആക്റ്റീവ് 1ൽ കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. അടുത്തതാണ് കോംപ്ലിമെന്ററി വെൽനസ് ടെസ്റ്റ്. എല്ലാ പ്ലാനുകളിലും വെൽനസ് ടെസ്റ്റ് ലഭ്യമാണ്. അടുത്തതാണ് വെൽനസ് ബെനിഫിറ്റ്. വെൽനസ് ബെനിഫിറ്റ് എന്നാൽ നിങ്ങൾ ഹെൽത്തി ലൈഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിന്യൂവൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. HDFC ഇർഗോയിൽ വെൽനസ് ബെനിഫിറ്റ് ലഭ്യമല്ല. നിവ ബൂപ്പയിൽ വെൽനസ് ബെനിഫിറ്റ് ലഭ്യമാണ്. ICICI മാക്സ് പ്രൊട്ടക്റ്റിൽ വെൽനസ് ബെനിഫിറ്റ് ലഭ്യമല്ല. സ്റ്റാർ അഷ്വറിൽ വെൽനസ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. കെയർ സുപ്രീമിൽ വെൽനസ് ബെനിഫിറ്റ് 30% വരെ ലഭിക്കുന്നതാണ്. ആദിത്യ ബിർള ആക്റ്റീവ് 1 പ്ലാനിൽ 100% വരെ ഹെൽത്ത് റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നാൽ നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപും പിൻപും ക്ലെയിം ചെയ്താൽ ലഭിക്കുന്ന തുകയാണ്. HDFC ഇർഗോ, നിവ ബൂപ്പ, ICICI, സ്റ്റാർ, കെയർ എന്നീ പോളിസികളിൽ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നത് 60 ദിവസവും 180 ദിവസവുമാണ്. ആദിത്യ ബിർള ആക്റ്റീവ് 1 പ്ലാനിൽ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നത് 90 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നത് 180 ദിവസവുമാണ്. അടുത്തതാണ് ഈ കൺസൾട്ടേഷൻ. ആക്റ്റീവ് 1ൽ ഒഴിച്ച് മറ്റെല്ലാ പോളിസികളിലും ഈ കൺസൾട്ടേഷൻ ലഭ്യമാണ്. അടുത്തതാണ് കൺസ്യൂമബിൾസ് അഥവാ നോൺ പേയബിൾ ഐറ്റംസ്. HDFC ഇർഗോ ഒപ്റ്റിമ സെക്യൂറിൽ പ്രൊട്ടക്ട് ബെനിഫിറ്റ് ഇൻബിൽറ്റ് ആണ്. അനക്ഷർ ബിയിലുള്ള എല്ലാ കൺസ്യൂമബിൾസും കവർ ചെയ്യുന്നതാണ്. നിവ ബൂപ്പ ആസ്പെയർ പ്ലാനിൽ സേഫ് ഗാർഡും സേഫ് ഗാർഡ് പ്ലസും അവൈലബിൾ ആണ്. മാക്സ് പ്രൊട്ടക്റ്റിൽ പ്രീമിയം പ്ലാനിൽ കൺസ്യൂമബിൾസ് ഇൻബിൽറ്റ് ആണ്. സ്റ്റാർ അഷ്വറിലും കൺസ്യൂമബിൾസ് കവർ ചെയ്യുന്നതാണ്. കെയർ സുപ്രീമിൽ കെയർ ഷീൽഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു റൈഡറാണ്. ആക്റ്റീവ് 1ൽ കൺസ്യൂമബിൾസ് ഇൻബിൽറ്റ് ഫീച്ചറാണ്. അടുത്തതാണ് OPD കവർ. ഒപ്റ്റിമ സെക്യൂറിൽ മുംബൈയിൽ മാത്രമാണ് നിലവിൽ ഇത് ലഭ്യമായിട്ടുള്ളത്. നിവ ബൂപ്പ ആസ്പെയർ പ്ലാനിൽ OPD ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്.
മാക്സ് പ്രൊട്ടക്ട് പ്ലാനിൽ റൈഡറായി ഇത് എടുക്കാവുന്നതാണ്. അഷ്വർ പ്ലാനിൽ ഇത് കവർ ചെയ്യുന്നില്ല. കെയർ സുപ്രീമിൽ OPD റൈഡർ അവൈലബിൾ ആണ്. ആക്റ്റീവ് 1 പ്ലാനിൽ OPD അവൈലബിൾ അല്ല. അടുത്തതാണ് കോ പേയ്മെന്റ്. ICICI മാക്സ് പ്രൊട്ടക്റ്റിൽ സോൺ ബേസ്ഡ് കോ പേയ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. മറ്റ് പ്ലാനുകളിൽ കോ പേയ്മെന്റ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. സ്റ്റാർ അഷ്വർ പ്ലാനിൽ 61 വയസ്സിന് ശേഷം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കോ പേയ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതാണ് ആനുവൽ അഗ്രിഗേറ്റഡ് ഡിഡക്റ്റബിൾ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം കുറയ്ക്കണമെങ്കിൽ ഡിഡക്റ്റബിൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. HDFC ഇർഗോ, നിവ ബൂപ്പ, സ്റ്റാർ, ആദിത്യ ബിർള എന്നീ പ്ലാനുകളിൽ ഡിഡക്റ്റബിൾ ഓപ്ഷൻ ലഭ്യമാണ്. അടുത്തതാണ് പ്രീമിയം സ്ലാബ്. HDFC ഇർഗോ ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിൽ എല്ലാ വർഷവും പ്രീമിയം ചേഞ്ച് ഉണ്ടായിരിക്കുന്നതാണ്. മറ്റു പ്ലാനുകളിൽ 5 വർഷം കൂടുമ്പോഴാണ് പ്രീമിയം ചേഞ്ച് ഉണ്ടാകുന്നത്. നിവ ബൂപ്പ ആസ്പെയർ പ്ലാനിൽ ലോക്ക് ദി ക്ലോക്ക് ഫീച്ചർ കൂടിയുണ്ട്. അതായത് 5 വർഷത്തിനിടയിൽ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ പ്രീമിയം ഹൈക്ക് ഉണ്ടായിരിക്കുന്നതല്ല. എന്നാണോ ക്ലെയിം ചെയ്യുന്നത് അത് മുതൽ മാത്രമേ നിങ്ങളുടെ പ്രീമിയം ചേഞ്ച് ആവുന്നുള്ളൂ. അടുത്തതാണ് മെറ്റേണിറ്റി എക്സ്പെൻസ്. ഒപ്റ്റിമ സെക്യൂറിൽ മെറ്റേണിറ്റി കവർ ഉണ്ടായിരിക്കുന്നതല്ല. നിവ ബൂപ്പ ആസ്പെയർ പ്ലാനിൽ മെറ്റേണിറ്റി കവർ ചെയ്യുന്നതാണ്. ഇതിന് മിറാക്കിൾ ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്. ഇതിന് വരുന്ന വെയിറ്റിംഗ് പീരീഡ് 9 മാസമാണ്. മാക്സ് പ്രൊട്ടക്റ്റിൽ മെറ്റേണിറ്റി കവർ ചെയ്യുന്നതല്ല. സ്റ്റാർ അഷ്വറിൽ മെറ്റേണിറ്റി കവർ ചെയ്യുന്നതാണ്. സം ഇൻഷുർഡിൻ്റെ 10% ലഭിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് 24 മാസമാണ്. കെയർ സുപ്രീമിലും ആക്റ്റീവ് 1ലും മെറ്റേണിറ്റി കവർ ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തതാണ് ഗ്ലോബൽ കവർ. HDFC ഒപ്റ്റിമ സെക്യൂർ, നിവ ബൂപ്പ ആസ്പെയർ, ICICI മാക്സ് പ്രൊട്ടക്റ്റ് എന്നിവയിൽ ഗ്ലോബൽ കവറേജ് ലഭ്യമാണ്. അഷ്വർ പ്ലാൻ, സുപ്രീം പ്ലാൻ, ആക്റ്റീവ് 1 പ്ലാൻ എന്നിവയിൽ ഗ്ലോബൽ കവറേജ് ലഭ്യമല്ല. ഇനി നമുക്ക് ഈ പോളിസിയിൽ ലഭിക്കുന്ന ചില റൈഡേഴ്സ് ഒന്ന് നോക്കാം. ഇവയുടെ പേരുകൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി അതാത് പ്രോഡക്റ്റിൻ്റെ വീഡിയോ കാണുക. ഇനി നമുക്ക് വെയിറ്റിംഗ് പീരീഡുകളൊന്ന് നോക്കാം. എല്ലാ പോളിസിയുടെയും ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്നത് 30 ദിവസമാണ്. അതുപോലെ തന്നെ സ്പെസിഫൈഡ് ഇൽനെസ്സിന് വരുന്ന വെയിറ്റിംഗ് പീരീഡ് എന്നത് 2 വർഷമാണ്. ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ മുൻപ് ഞാൻ ഇതേക്കുറിച്ച് ചെയ്ത വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് നിലവിലെ രോഗങ്ങളുടെ വെയിറ്റിംഗ് പീരീഡാണ്. HDFC ഇർഗോ ഒപ്റ്റിമ സെക്യൂറിന്റെ വെയിറ്റിംഗ് പീരീഡ് എന്നത് 3 വർഷമാണ്. നിവ ബൂപ്പ ആസ്പെയർ പ്ലാനിൽ ഗോൾഡ് വേരിയന്റിന് 4 വർഷവും ഡയമണ്ട്, പ്ലാറ്റിനം, ടൈറ്റാനിയം വേരിയന്റിൽ 3 വർഷവുമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. മാക്സ് പ്രൊട്ടക്റ്റിൽ 4 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ഇത് വേണമെങ്കിൽ 2 വർഷമാക്കി കുറയ്ക്കാവുന്നതാണ്. സ്റ്റാർ അഷ്വറിൽ വരുന്ന വെയിറ്റിംഗ് പീരീഡ് 36 മാസമാണ്. 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ചടച്ചാൽ 30 മാസമായി വെയിറ്റിംഗ് പീരീഡ് ചുരുക്കാവുന്നതാണ്. കെയർ സുപ്രീമിൽ വരുന്ന വെയിറ്റിംഗ് പീരീഡ് 48 മാസമാണ്. ആദിത്യ ബിർള ആക്റ്റീവ് 1ൽ വരുന്ന വെയിറ്റിംഗ് പീരീഡ് 3 വർഷമാണ്. നിങ്ങൾ ആദിത്യ ബിർള ആക്റ്റീവ് 1 പ്ലാനിൽ ക്രോണിക് കണ്ടീഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം രോഗങ്ങൾക്ക് ഡേ 1 മുതൽ കവറേജ് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രീമിയത്തിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. ഓരോ കമ്പനികളുടെയും പ്രീമിയം എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രീമിയം അറിയണമെങ്കിൽ 9495530858 എന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫൈനാൻഷ്യൽ സർവീസിൻ്റെ സേവനം ഇന്ത്യയിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പോളിസി എടുത്ത് തരിക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ക്ലെയിമിൻ്റെ സമയത്തും റിന്യൂവൽ സമയത്തും മറ്റവസരങ്ങളിലും ഞങ്ങളുടെ സൗജന്യ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എക്സ്ക്ലൂഷൻസും. സാധാരണ കണ്ടുവരാറുള്ള എക്സ്ക്ലൂഷനാണ് സർക്കംസിഷൻ, സൂയിസൈഡ് അറ്റംപ്റ്റ്, അൺപ്രൂവൻ ട്രീറ്റ്മെൻറ്റ്, കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്, കൺജങ്ഷണൽ എക്സ്റ്റേണൽ ഡിസീസ്, ആൽക്കഹോളിസം, ഡ്രഗ്സ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഇൻറ്റേർണൽ സെൽഫ് ഇഞ്ചുറി, കോണ്ടാക്ട് ലെൻസ്, ഹിയറിംഗ് എയ്ഡ്സ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, പ്ലാസ്റ്റിക് സർജറി, ഡേഞ്ചറസ് സ്പോർട്സ് തുടങ്ങിയവയൊക്കെ. ഓരോ കമ്പനിക്ക് അനുസരിച്ച് ഇവയിലും ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ്. കൂടുതൽ അറിയാനായി നിങ്ങൾ ഓർഡിങ്സ് നോക്കുക. ഇതോടൊപ്പം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, നിങ്ങൾ ആശുപത്രിയിൽ മിനിമം 24 മണിക്കൂറെങ്കിലും അഡ്മിറ്റ് ആയാൽ മാത്രമേ ക്ലെയിം ലഭിക്കുകയുള്ളൂ. അഡ്മിറ്റ് ആയാൽ മാത്രം പോരാ, അവിടെ ഒരു ചികിത്സയും നടന്നിരിക്കണം. ഡേ കെയറിന് ഇത് ബാധകമായിരിക്കില്ല. രണ്ടാമത്തേത്, നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ 24 മണിക്കൂറിനകം ക്ലെയിം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഹെൽത്ത് ഇൻഷുറൻസിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ഈ പോളിസിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാമെങ്കിൽ, ഏതെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണമെങ്കിലോ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനോ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. നിങ്ങൾ ഏത് പോളിസിയും എടുക്കുന്നതിന് മുമ്പായി അതിൻ്റെ ബ്രോഷറും വോർഡിങ്സും വായിച്ചിരിക്കുന്നത് ഉത്തമമായിരിക്കും. സമയക്കുറവ് മൂലം വീഡിയോയിൽ എല്ലാ പോയിന്റും പൂർണ്ണമായി വിശദമാക്കിയിട്ടുണ്ടാവില്ല.
അതുപോലെ ഏതെല്ലാം രോഗങ്ങളാണ് സ്പെസിഫൈഡ് ഇൽനെസ്സിൽ വരുന്നതെന്നും ഏതെല്ലാമാണ് എക്സ്ക്ലൂഷൻ എന്നും മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ്സ്, സബ് ലിമിറ്റ്സ്, കോ പേയ്മെൻറ്റ്സ് എന്നിവയും അറിഞ്ഞിരിക്കണം. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ മുൻപ് ഞാൻ ഇതേക്കുറിച്ച് ചെയ്ത വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ലെയിം നിരസിക്കുന്ന സമയത്ത് ഇതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നുവെന്നും എനിക്കാരും ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നുവെന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൂടെ ആണെങ്കിൽ ഫൈനാൻഷ്യൽ സർവ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ ഫൈനാൻഷ്യൽ സർവ് എന്ന പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫൈനാൻഷ്യൽ സർവിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പ്രോഡക്റ്റുകളുടെ ബ്രോഷർ, ഓർഡിങ്സ്, പ്രീമിയം ചാർട്ട് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സർവിൻ്റെ വാട്സപ്പ്, ടെലഗ്രാം ചാനലുകളിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈൻ ഓഫ് ബിജോ. ഹാവ് എ നൈസ് ഡേ.